ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് ആണ്. അതായത് ഏതൊക്കെ രീതിയിലുള്ള സ്പെഷ്യൽ ഓഡിറ്റ്സ് നടത്താറുണ്ട് എന്നുള്ളതാണ്. സ്പെഷ്യൽ ഓഡിറ്റ്സ് ആർ കണ്ടക്ടഡ് വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓർ ഫങ്ഷൻസ്. സ്പെഷ്യൽ ഓഡിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് എന്ന് പറയുക. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 19 ഓഡിറ്റുകൾ 19 ടൈപ്പ് സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു 10 ഓഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ ഓഡിറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് ആണ്. മാനേജ്മെന്റ് ഓഡിറ്റ് ആ വേർഡിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ട് മാനേജ്മെന്റ് നടത്തുന്നത്. നമ്മുടെ കോളേജിനെ നോക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോളേജാണ്. അപ്പൊ കോളേജിന്റെ മാനേജ്മെന്റ് കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നില്ലേ നോക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റിനെയാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കോളേജിൽ തന്നെ വേറെ 6 കോളേജസ് ഉണ്ട്, മൊത്തം 7 കോളേജസ് ഉണ്ട്. അപ്പോൾ അത് കോട്ടയം, പാമ്പാടി, വയനാട്, അവിടേക്കാണ് ബത്തേരി, അവിടേക്കാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളുടെയും പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സ്കൂൾസും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നടത്തുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ്. അപ്പോൾ objective of the audit is to identify the areas of efficiencies and inefficiencies of the organization, its structure and resources. It also operational audit or propriety audit. It is often done by a team of expert rather than a single owner. അപ്പൊ ഇതിന് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ആള് വേണം അങ്ങനെയൊന്നുമില്ല. അവർക്ക് ബോധ്യമായിട്ടുള്ള CA കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യൻ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ എന്നൊന്നുമില്ല. ഒരു ടീം മെമ്പേഴ്സ് ആയിരിക്കും ഇതിന്റെ കാര്യങ്ങൾ ഓഡിറ്റ് നടത്തി പരിചയമുള്ള ഒരാൾ. അടുത്തത് കോസ്റ്റ് ഓഡിറ്റ് ആണ്. ഒരു സ്ഥാപനത്തിന്റെ കോസ്റ്റ് റെക്കോർഡുകൾ വെരിഫൈ ചെയ്യുന്നതിനും അതിന്റെ ആക്യുറസിയും കറക്റ്റ്നെസ്സും മെഷർ ചെയ്യുന്നതിനും ചെയ്യുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. The object of cost audit is to ascertain whether the cost of production of a product, service or operation is correctly arrived or not. സ്ഥാപനത്തിന്റെ വരുന്ന കോസ്റ്റുകൾ എത്രമാത്രം ഉണ്ടെന്നും അവിടുത്തെ വരുന്ന സർവീസ് ഓർ ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ്ലി ആയിട്ട് തന്നെയാണ് പോകുന്നത് നടത്തുന്നതിനാണ് എന്ത് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ടാക്സ് ഓഡിറ്റ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിന് ടാക്സ് ഓഡിറ്റ് എന്ന് പറയും. അത് ഫേമുകളും വ്യക്തികളും നടത്താറുണ്ട്. വ്യക്തികൾ ടാക്സ് കൊടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവില്ലേ, അവരും ഉണ്ടാവും, സ്ഥാപനങ്ങളും ഉണ്ടാവും. അപ്പൊ ടാക്സ് ഓഡിറ്റ് ഈസ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻകം ടാക്സ് പർപ്പസ്. Income tax authorities require audit of accounts for certain type of SSC. It is done by a qualified chartered accountant. Okay. ഇനി സോഷ്യൽ ഓഡിറ്റ്. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഒരു കമ്പനി അതിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റിനെയാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എ ബിസിനസ് ഹാസ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ബിസിനസ്സിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ജനറൽ പബ്ലിക്. ആസ് സച്ച് ഇറ്റ് മസ്റ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ സോഷ്യൽ ഓഡിറ്റ് എയിംസ് at assessing the contributions of a business to the society. This type of audit is also called social responsibility audit and environmental audit. Next പറയുന്നു ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുന്ന ഓഡിറ്റിന് ബാലൻസ് ഷീറ്റ് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. അതിനെയാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ നോക്കുക? ചെക്കിങ്ങും വൗച്ചിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റുകൾ നോക്കുന്നത്. ഇനി എനർജി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ എനർജി എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് നോക്കുന്ന ഓഡിറ്റിനെയാണ്
എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ടു വെരിഫൈ വെദർ ദ ഫേംസ് ഹാസ് യൂട്ടിലൈസ്ഡ് എനർജി ഓർ പവർ എഫിഷ്യന്റ്ലി, the increasing demand for power and energy and the consequent environmental problems demand for energy conservation. ഇനി അടുത്തത് പ്രോജക്റ്റ് ഓഡിറ്റ് ആണ്. പ്രോജക്റ്റ് ഓഡിറ്റ് is an evaluation of the implementation of capital expenditure project. It identifies reason for delaying in implementation, cost overrun and weakness of the project execution. ഒരു പ്രോജക്റ്റ്, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊജക്ട് ഉണ്ടാവും അല്ലെ. ആ പ്രൊജക്ടിനെയാണ് ശരിക്കും നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ആ പ്രൊജക്ടിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ. അപ്പൊ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എത്രമാത്രം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുമെന്ന് നമുക്കൊരു അസംഷൻ ഉണ്ടാവും. അത് നമ്മൾ അതിൽ രേഖപ്പെടുത്തും. അപ്പൊ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഡിലേ വന്നിട്ടുണ്ടോ, കോസ്റ്റ് വിചാരിച്ചതിനേക്കാൾ കൂടിയിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം, പിന്നീട് ഒരു സമയത്ത് നമുക്കൊരു ഡ്രോബാക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് വരികയെന്നും എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാമെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എവിടെയാണ് ഫോൾട്ട് വന്നിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് സിസ്റ്റം ഓഡിറ്റ് ആണ്. സിസ്റ്റം ഓഡിറ്റ് ഒരു ന്യൂ ബ്രാഞ്ച് ഓഡിറ്റ്, പുതിയ രീതിയിലുള്ള ഓഡിറ്റ് ആണ്. This is a preliminary audit conducted before the commencement of original audit work. Okay. Next, VAT audit ആണ്. Value added tax audit is the അതും റീസെന്റ് ഒറിജിൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. ഇറ്റ് ഈസ് an audit of the books of accounts of traders and the objective of checking tax evasion and ensure the provisions of sales tax are complied with. സെയിൽസ് ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള VAT പർപ്പസിന് വേണ്ടി മാത്രം നോക്കുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് cash audit. It refers to auditing of cash transaction. It is concerned with the auditing of all transactions entered in the cash book, all cash receipts and payments into bank account prepare on the debit side of the cash book. All receipts into bank account appear on the debit side of the cash book. All cash payments are the bank account appear on the credit side of the cash book. All receipts and payments are verified with corresponding vouchers and ensure that accuracy. It is a type of partial audit. അപ്പോൾ ക്യാഷ് ഓഡിറ്റ് ഒരു സ്ഥാപനത്തിലെ ക്യാഷ് റെസീപ്റ്റ്സും പേയ്മെന്റ്സും കറക്റ്റ് തന്നെയാണെന്ന് അതിന്റെ വൗച്ചേഴ്സും ബില്ലുകളൊക്കെ വെച്ച് ഓഡിറ്റിംഗ് നടത്തുന്നതിനാണ് ക്യാഷ് ഓഡിറ്റ് എന്ന് പറയുന്നത്. വാറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തിനാ, സെയിൽസ് ടാക്സ് ആക്ട് അനുസരിച്ച് ശരിയായ രീതിയിൽ ടാക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ നോക്കുന്നതിനാണ്. അതുപോലെ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനൽ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രിലിമിനറി ഓഡിറ്റ് ആണ്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് വെയർ എ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ് എക്സിസ്റ്റ്. Aims of such audit is to assess the effect of computers and data processing, storage, retrieval and communication of information. So ഇത്രയും 10 ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പഠിക്കാം. ഓക്കെ, താങ്ക് യു.